കേരളമില്ലെങ്കിൽ ഇന്ത്യ ഉണ്ടോ? ആ കേക്ക് പറയുന്നത് നിങ്ങൾ വെറുതെ വേണ്ടാതെ ചോദ്യം ചോദിച്ച് നിങ്ങൾ തന്നെ ഉത്തരം പറയണ്ട. നിങ്ങൾ നേരത്തെ വേണ്ടാതെ ചോദ്യം ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു അല്ലേ? എന്നിട്ട് വേണ്ട ഒരാളോട് പറഞ്ഞത് കേട്ട് എന്നിട്ട് എന്നോട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വേണ്ടേന്നാണ്. എൻ്റെ കയ്യിൽ എന്തിനാണ് ലിസ്റ്റ് വേണ്ടത്? മുഖ്യമന്ത്രിയുടേതായാലും, അതായത് കേരളം എന്ന് പറയുന്നത് കേരളത്തിന്റെ കൂടി പണം ഉപയോഗിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ പണം എല്ലാ കാര്യവും നടക്കുന്നത്. അവിടുന്ന് മാത്രമുള്ളതല്ല, ഇവിടെ കേരളത്തിന് കൂടി പണമാണ്. ആ പണത്തിന്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന വിഹിതമുണ്ട്. ഈ കേരളത്തിന് കിട്ടേണ്ടുന്ന വിഹിതമുണ്ട്. വിധം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒന്നും കിട്ടിയില്ല എന്നാരാ പറഞ്ഞത്? ഒന്നും കിട്ടിയില്ല എന്നുള്ളത് എൻ്റെ നാക്കിലിങ്ങനെ നിങ്ങൾ കൂട്ടി വെച്ചാണ്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. വെറുതെ പറയാതെ കാര്യം പറഞ്ഞിട്ട് വെറുതെ ചോദ്യം ചോദിക്കണ്ട. ഞാൻ പറഞ്ഞത് കേരളത്തിന് അവകാശപ്പെട്ട അധികാരപ്പെട്ട പണം തരുന്നില്ല. ആ തരാതിരുന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ ശക്തിയായിട്ട് പറഞ്ഞത്, ഇനിയും പറയാൻ പോകുന്നതും. കേരളം ഇല്ലെങ്കിൽ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇല്ലെങ്കിൽ നാഷണൽ ഹൈവേ ഇല്ല എന്ന് പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഇല്ലല്ലോ, ആ ഗവൺമെന്റ് ഉണ്ടായിട്ടില്ലല്ലോ. അവർ മടക്കി അയച്ചതല്ലേ 66 kV. ഇനി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ നാഷണൽ ഹൈവേനെ ഒഴിവാക്കി പോയതല്ലേ. പിന്നെ എങ്ങനെ എല്ലാ ഗവൺമെന്റും വരിക? എല്ലാ ഗവൺമെന്റ് എങ്ങനെയാ വരിക? വെറുതെ വീണെടുക്കുന്ന ഉരുളണ്ടാട്ടാ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇടപെടലില്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ 66 ഇന്നത്തെ അവസ്ഥയില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചത്. നിങ്ങൾ ഈ ചോദ്യം പിന്നീട് ചോദിക്കുന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് നിങ്ങൾക്ക് പഴുതൊന്നും കിട്ടാതിരിക്കുമ്പോഴും വെറുതെ വേണ്ടാതെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക.